നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭാരതപ്പുഴയിൽ കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. സംഭവം കുടിവെള്ള സ്രോതസ്സുകൾക്ക് സമീപം. സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യം. കോഴിക്കോട് മലയോര പഞ്ചായത്തുകളിൽ ഡെങ്കിപ്പനി പടരുന്നു. കുറ്റ്യാടി, മരുതോങ്കര, കാവിലുംപാറ പഞ്ചായത്തുകളിൽ രോഗം. ഇടുക്കി അടിമാലിയിൽ പാപ്പാനെ ആന ചവിട്ടിക്കുന്നു. നേര്യമംഗലം 5-ാം മൈലിലും കാട്ടാന ആക്രമണം. അതിരപ്പള്ളിയിൽ ആംബുലൻസ് തടഞ്ഞ് കബാലി. KSRTC ബസിന് മുന്നിൽ ആന നിലയുറപ്പിച്ചത് അരമണിക്കൂറോളം. കൃഷി നശിപ്പിക്കുന്നതും പതിവ്. ഇടുക്കി മാങ്കുളത്ത് ആനപ്പേടിയിൽ പുറത്തിറങ്ങാനാകാതെ ജനങ്ങൾ. കോഴിക്കോട് കൂടരഞ്ഞിയിൽ വാഹനാപകടത്തിൽ 3 മരണം. നിയന്ത്രണം വിട്ട ജീപ്പ് ചായക്കടയിലേക്ക് പാഞ്ഞു കയറി. തൃശൂർ കരുവന്നൂരിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 3 വാഹനങ്ങളിൽ ഇടിച്ച് അപകടം. മീനിന് പൊള്ളും വില. മത്തിവില കിലോയ്ക്ക് 300-ന് മുകളിൽ. വലഞ്ഞ് സാധാരണക്കാർ. മഴക്കാല ടൂറിസം ആസ്വദിച്ച് സഞ്ചാരികൾ. മൂന്നാറിലേക്കും വട്ടവടയിലേക്കും എത്തുന്നത് നിരവധി പേർ. മഞ്ഞു പൊതിഞ്ഞ ടോപ്പ് സ്റ്റേഷൻ. കോഴിക്കോട് കുറ്റ്യാടിയിലും പരിസര പ്രദേശങ്ങളിലും ഡെങ്കിപ്പനി പടരുകയാണ്. നിരവധി പേരാണ് ചികിത്സ തേടിയത്. കുറ്റ്യാടി, മരുതോങ്കര, കാവിലുംപാറ, കായക്കുടി തുടങ്ങിയ മലയോര പഞ്ചായത്തുകളിലാണ് രോഗവ്യാപനം കൂടുതൽ. കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ 12 പേർ ചികിത്സയിലാണ്. ഭാരതപ്പുഴയിൽ കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. പട്ടാമ്പി മുതൽ തൃത്താല വള്ളിയാങ്കല്ല് വരെയുള്ള ഭാഗത്താണ് സംഭവം. കുടിവെള്ള സ്രോതസ്സിൽ കന്നുകാലികൾ ചത്തുപൊങ്ങിയതോടെ ആശങ്കയിലാണ് ജനങ്ങൾ. 7 ജഡം ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. പട്ടാമ്പി, തൃത്താല മണ്ഡലങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലേക്കും തൃശൂർ ജില്ലയിലെ പാവറട്ടി, ഗുരുവായൂർ ഭാഗത്തേക്കും കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതികൾക്ക് സമീപം ആണ് പോത്തുകൾ ചത്തുപൊങ്ങിയത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണം എന്നാണ് ആവശ്യം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം 5-ാം മൈലിൽ കാട്ടാന ആക്രമണം. തലനാരിഴയ്ക്കാണ് സ്കൂട്ടർ യാത്രക്കാരൻ രക്ഷപ്പെട്ടത്. സ്കൂട്ടർ തകർത്തു. നേര്യമംഗലത്തിനും അടിമാലിക്കും ഇടയിൽ കാട്ടാന ആക്രമണം പതിവാണ്. തൃശൂരിൽ കാട്ടാന കബാലി ആംബുലൻസ് തടഞ്ഞു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഇന്നലെ രാത്രിയാണ് കബാലി വാഹനം തടഞ്ഞത്. ആനയെ കണ്ട് ഭയന്നോടി പരിക്കേറ്റ ആളെ ചാലക്കുടിയിലെ ആശുപത്രിയിൽ ഇറക്കിയ ശേഷം തിരിച്ചുവരികയായിരുന്നു ആംബുലൻസ്. കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങിയതിനെ തുടർന്ന് KSRTC ബസ് 20 മിനിറ്റ് ഈ വഴിയിൽ നിർത്തിയിടേണ്ടി വന്നിരുന്നു. അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിലും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇടുക്കി മാങ്കുളം വിരിഞ്ഞപ്പാറ മേഖലയിൽ കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി നാട്ടുകാർ. സ്ഥിരമായി ജനവാസ മേഖലയിൽ എത്തുന്ന കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് സൃഷ്ടിക്കുന്നത്. കൂട്ടമായി എത്തുന്ന ആനകൾ ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ച് കാട് കയറുന്നത്. കാട്ടാന ശല്യം മൂലം രാത്രികാലത്ത് ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ ഒരു 100ഓളം കുടുംബക്കാർ പരിസര പ്രദേശങ്ങളിലായിട്ട് താമസിക്കുന്നുണ്ട്. ഒരു ദിവസം പോലും ആനയെ പേടിക്കാതെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഇച്ചിരി സന്ധ്യ കഴിഞ്ഞ് പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ പേടിയാവുക. ഇപ്പം നടന്നു വരുന്ന വഴിക്ക് ആനയുടെ കാച്ചോട്ടിലേക്കാണ് വരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്ര ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സോളാർ ഫെൻസിങ് ഉണ്ട് നിലവിൽ. അത് തകരാറിലായി പോയതാണ് ഇപ്പം നിലവിൽ ഞങ്ങൾക്ക് ഇത്ര ആനശല്യം ഉണ്ടാവാൻ കാരണം. അവരൊന്നും നന്നാക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതിപ്പം വീടിൻ്റെ പുറകുവശത്ത് ഈ മുറ്റത്തോടെ എല്ലാം വന്ന് ആന മുറ്റത്തോടെ വന്നു വരുന്നു. തിരക്കകത്ത് കിടക്കാൻ വരെ പേടിയാവുക. വീട് തള്ളുന്ന സ്വഭാവമുള്ള ആനയാണെങ്കിൽ എന്ത് ചെയ്യും? വീട്ടിൽ കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കായി.
വിലക്കയറ്റം സർവ്വ നിയന്ത്രണങ്ങളും ഭേദിച്ച് മുന്നോട്ടു പോകുമ്പോൾ മത്സ്യവിപണിയിൽ പുതിയ താരോദയം ഉണ്ടായിരിക്കുകയാണ്. സാധാരണക്കാരുടെ പ്രിയപ്പെട്ട ഇനമായ മത്തിയുടെ വില 300 കടന്നു. ട്രോളിംഗ് അവസാനിക്കാതെ ഇനി വില കുറയും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കിലോ 280 രൂപ. ചാളക പച്ച ചാള കിലോ 280. 250 പച്ചച്ചാള 250 കിലോ. ഓടിവാ 250 രൂപ പച്ചച്ചാള. ഉണ്ടച്ചാള, വലിയ ചാള, ആരച്ചാള. മത്തി അഥവാ ചാളയ്ക്ക് എന്താ വിലയെന്ന് ഒരു ശരാശരി മലയാളി ഒരിക്കലും ചോദിച്ചിരിക്കില്ല. കാരണം നമ്മുടെ പോക്കറ്റിന് ഒതുങ്ങുന്ന തരത്തിലേ മത്തി ചാടിയിട്ടുള്ളൂ. വലിപ്പത്തിലും രൂപത്തിലുമൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെങ്കിലും ആൾക്കിപ്പോൾ നെയ്മീൻ്റെ അനുജനാണെന്ന ഭാവമാണ്. വില 350 കടന്ന് കുതിക്കുന്നു. വില കൂടിയതിൽ പരിഭവമുണ്ടെങ്കിലും വാങ്ങാതെ പോകുന്നത് എങ്ങനെയെന്ന് ആരാധകർ. ചാള കണ്ടിട്ട് നല്ല ഫ്രഷ് ചാളയായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ ട്രോളിംഗ് ആയതുകൊണ്ട് വില കൊണ്ട് സാധാരണ 240 ആവാറുള്ളൂ സാധാരണ ചാളക്കൊക്കെ. ഇപ്പൊ ഒരു 250 എന്നാലും അത്യാവശ്യമല്ലേ ചാള മേടിക്കാതിരിക്കാൻ പറ്റുമോ? ചാളയുടെ വില ഇപ്പോഴത്തെ വില വെച്ചപ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ കൂടുതലാണ്. സാധാരണ പുറത്തൊക്കെ 400-380 വില കൂടിയാൽ നമ്മൾ മേടിക്കും. ചാള അടിപൊളിയല്ലേ, എന്നെ പിള്ളേർക്ക് നല്ലതാണ്. എത്ര വിലയാണ് പിള്ളേർക്ക് കൊടുക്കണം. കടലിലെ വറുതി, ട്രോളിംഗ് അങ്ങനെ വില കൂടാൻ കാരണങ്ങളുണ്ടെന്ന് എറണാകുളം വൈപ്പിനിലെ കച്ചവടക്കാരനായ സജീഷ് പറയുന്നു. ചാള എന്ന് പറയുന്ന സാധനം നമ്മളെ കേരള കടത്തിലത്ത് കണ്ടുവരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ലോക്കൽ വരുന്ന ഇന്നിപ്പോ എന്താണ് വൈപ്പിനിലാണെങ്കിൽ ഇപ്പം അയ്യക്കോടെങ്കിലാണെങ്കിൽ കുറഞ്ഞ മീൻ വന്നൊക്കെ 300 രൂപ, 320 രൂപ, 250 രൂപയൊക്കെ റേറ്റിലാണ് ഹോൾസെയിൽ നടക്കുന്നത്. കച്ചവടക്കാരെടുത്ത് ചില്ലറ വിൽക്കുമ്പോൾ ഈ 350 രൂപക്കും 360 രൂപക്കും 300 രൂപക്കൊക്കെ വിറ്റാൽ അവർക്കും 2 മണിക്കാർ തൊഴിലാളികളൊക്കെ ഉണ്ടാവും ആ വില നിൽക്കുന്നത്. ഇപ്പം ഇന്നിപ്പോൾ വൈപ്പിൽ ഇപ്പോൾ കുറഞ്ഞ ഒരു വള്ളം 10-45 ഒരു പണിക്ക് വേണ്ടി വന്നിട്ട് ആകെ 150 കിലോ മത്തിയാണ് ഒരു വള്ളത്തിലുണ്ടായത്. ഉച്ചയൂണിന് ഹോട്ടലുകളിൽ പതിവായ മത്തി ഫ്രൈ നിലവിലെ വിലയിൽ നൽകാൻ കഴിയാത്ത സ്ഥിതിയാണ്. വില കൂടുകയോ എണ്ണം കുറയുകയോ ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം മത്തി ഇപ്പോൾ പഴയ ആളല്ല. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം വൈലത്തൂരിൽ ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കുടുങ്ങി മരിച്ച 9 വയസ്സുകാരൻ്റെ മുത്തച്ഛിയും മരിച്ചു. പേരക്കുട്ടിയുടെ മൃതദേഹം കാണാനെത്തിയ ചെങ്ങണക്കാട്ടിൽ കുന്നശ്ശേരി ആസിയ ആണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. ഇന്നലെയായിരുന്നു 9 വയസ്സുകാരനായ മുഹമ്മദ് സിനാൻ ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കുടുങ്ങി മരിച്ചത്. അയൽവാസിയുടെ ഗേറ്റിൽ കഴുത്തുകുടുങ്ങി മരണമടഞ്ഞ 9 വയസ്സുകാരൻ സിനാന്റെയും സിനാന്റെ മുത്തശ്ശി അസിയയുടെയും മരണം നാടിനെ നടുക്കിയിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരമാണ് സിനാന്റെ മരണം ഉണ്ടായത്. സിനാൻ പള്ളിയിലേക്ക് പോവുകയായിരുന്നു. വീടിന് അടുത്തുള്ള മറ്റൊരു വീട്ടിലൂടെയാണ് സിനാൻ പോയിരുന്നത്. ഈ വീട്ടിലെ ഗേറ്റ് അതൊരു റിമോട്ട് നിയന്ത്രിത ഗേറ്റാണ്. മാത്രമല്ല അത് സ്വിച്ച് ഉപയോഗിച്ചും തുറക്കാം. അങ്ങനെ സ്വിച്ച് ഉപയോഗിച്ച് തുറക്കാൻ കഴിയുന്ന ഗേറ്റ് തുറന്ന് സിനാൻ ഉള്ളിലേക്ക് പോകുമ്പോൾ ഗേറ്റിനിടയിൽ കുടുങ്ങി എന്നാണ് കരുതുന്നത്. അങ്ങനെ കുടുങ്ങിയ സിനാന്റെ പിന്നീട് നാട്ടുകാരെത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിനാന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഈ നടന്ന സംഭവങ്ങളെപ്പറ്റി അയൽവാസിയായ അമീർ അലി ഇപ്രകാരമാണ് പറയുന്നത്. വീടിന്റെ ഒരു 20 മീറ്റർ ദൂരത്താണ് എൻ്റെ വീട്ടിന്റെ കൊലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പം ഞാൻ വൈകിട്ട് ഒരു 4:10 കൂടി സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഈ വീടിന്റെ ഗേറ്റിന്റെ മുമ്പിലെത്തിയപ്പോൾ ഒരു കുട്ടി തല കുടുങ്ങി ഗേറ്റിൽ കുടുങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് കുട്ടിയെ മനസ്സിലായി. കാരണം എൻ്റെ മകൻ്റെ വളരെ അടുത്ത കളിക്കൂട്ടുകാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് വല്ല കരണ്ടൊക്കെ പിടിച്ചതാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു നിമിഷം ശങ്കിച്ച് നിന്നിട്ട് റോട്ടിൽ നിന്നിട്ട് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, ഒരു കുട്ടിയുണ്ട് കുടുങ്ങി കിടക്കുന്നത്, അങ്ങോട്ട് പോകണ്ട, കറണ്ട് പിടിച്ചതെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ റോട്ടിലിറങ്ങി ഇവരുടെ ഒരു ബന്ധുവായിട്ടുള്ള ഒരാളെ വണ്ടി കയറ്റി കൊണ്ടുവന്ന് ഇത് കാണിച്ചു കൊടുക്കുകയും അയാൾ ഈ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് ഡോറ് തുറന്ന് അപ്പോൾ കുട്ടി താഴോട്ട് വീഴാനുണ്ടായത്. നേരെ ഹോസ്പിറ്റലിലേക്ക് ഇവർ കൊണ്ടുപോവാണ് ചെയ്തത്. ഗേറ്റിന്റെ അറ്റത്താണ് സംഭവം നടന്നിട്ടുള്ളത്. കുട്ടി തല പുറത്തേക്ക് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും ഷോക്ക് അടിച്ചതൊന്നുമല്ല. ഗേറ്റ്
കുടുങ്ങിയത് തന്നെയാണ്. കുട്ടി കടന്ന സമയത്ത് ഗേറ്റ് വന്ന് അടിച്ചതായിരിക്കാനാണ് സാധ്യത. എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റൂല. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുട്ടി മരിച്ചത്. സിനാന്റെ മരണം അറിഞ്ഞ ഉടനെ തന്നെ ആസിയയ്ക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ടായിരുന്നു, ശ്വാസമുട്ടലുണ്ടായിരുന്നു, കുഴഞ്ഞു വീണിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച അവരുടെ മരണവും രാത്രി തന്നെ സ്ഥിരീകരിച്ച ഒരു സാഹചര്യമാണ്. ഹൃദയാഘാതമാണ് ആസിയയുടെ ജീവനെടുത്തത്. ആസിയയുടെ മൃതശരീരം രാവിലെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സിനാന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടന്നതിന് ശേഷമാണ് ഇനി വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുക. രണ്ടുപേരുടെയും ഖബറടക്കം ചിലകൂർ പള്ളി ഖബറിസ്ഥാനിലായിരിക്കും ഉണ്ടാവുക. എന്താണെങ്കിലും നാടിനെ നടുക്കിയ, എല്ലാ അർത്ഥത്തിലും നാട്ടുകാരെ ഒന്നടങ്കം വേദനയിലാക്കിയ സംഭവമാണ് സിനാന്റെയും ഉമ്മുമ്മയുടെയും ഈ ആകസ്മിക മരണം. മലപ്പുറത്ത് നിന്നും അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കോഴിക്കോട് കൂടരഞ്ഞി കുളിരാമുട്ടിയിൽ വാഹനാപകടത്തിൽ 3 പേർ മരിച്ചു. നിയന്ത്രണം വിട്ട ജീപ്പ് ചായക്കടയിലേക്ക് പാഞ്ഞു കയറിയാണ് അപകടം. കുളിരാമുട്ടി സ്വദേശികളായ സുന്ദരൻ പുളിക്കുന്നത്ത്, ജോൺ കുമുങ്ങുംതോട്ടിൽ, തേക്കുംകുറ്റി സ്വദേശി മുഹമ്മദ് റാഫി എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് ഇരിങ്ങലിൽ ജനങ്ങളെ ദുരിതത്തിലാക്കി വെള്ളക്കെട്ട്. മഴ പെയ്യുമ്പോൾ സർവീസ് റോഡിൽ വെള്ളം കയറുന്നതിനാൽ ഗതാഗത തടസ്സവും രൂക്ഷമാണ്. ഇരിങ്ങലിനും പയ്യോളിക്കും ഇടയിലാണ് വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. സർവീസ് റോഡ് സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നതാണ് ദുരിതത്തിന് കാരണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഹൈവേ വൈഡിങ്ങിന്റെ ഭാഗമായി നമുക്ക് ആദ്യം വേണ്ടത് സർവീസ് റോഡാണ്. ആ സർവീസ് റോഡിന്റെ നിർമ്മാണം മഴ പെയ്യുന്നതിന് മുമ്പേ തന്നെ ആരംഭിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നമുക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു. സർവീസ് റോഡ് സമുദ്ര നിരപ്പിൽ നിന്നും താഴ്ന്ന നിലയിൽ ആണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സർഗാലയിലേക്ക് പോകുന്ന അണ്ടർവേ നമ്മുടെ പ്രദേശത്ത് പുഴയുടെ അവസ്ഥയിൽ നിന്നും വളരെ താണിട്ടാണ് സർവീസ് റോഡിന്റെ അണ്ടർപാസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു മഴ പെയ്യുമ്പോൾ അണ്ടർപാസിലൂടെ വാഹനങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. സ്കൂട്ടർ, ഓട്ടോറിക്ഷ തുടങ്ങിയുള്ള വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി കഴിയുന്നില്ല. അതുപോലെ തന്നെ ആംബുലൻസ് തുടങ്ങിയിട്ടുള്ള വാഹനങ്ങൾക്ക് പോകുന്നതിലും റോഡ് എവിടെയാണ്, ഡ്രെയിനേജ് എവിടെയാണ്, എവിടെയാണ് അപകടം പതിയിരിക്കുന്നത് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. പാലക്കാട് തൃത്താല കപ്പൂരിൽ കനത്ത മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. അമേറ്റിക്കര സ്വദേശി മൊയ്തീൻകുട്ടിയുടെ വീടിനോട് ചേർന്നുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. അടുക്കള ഭാഗത്തോട് ചേർന്ന കിണറായതിനാൽ വീടും അപകട ഭീഷണിയിലാണ്. ശക്തമായ മഴ പെയ്താൽ വീട് കിണറ്റിലേക്ക് പതിക്കും എന്ന ആശങ്കയിലാണ് കുടുംബം. എറണാകുളം തൃക്കാക്കരയിൽ ഡെങ്കിപ്പനി ബാധിച്ച് സ്ത്രീ മരിച്ചു. മോഡൽ എഞ്ചിനീയറിംഗ് വാർഡിലെ രാധികയാണ് മരിച്ചത്. കാക്കനാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം പാറ്റൂരിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ ചാടിയ മധ്യവയസ്കനെ രക്ഷിച്ചു. അഗ്നിശമന സേന എത്തിയാണ് ഇയാളെ തോട്ടിൽ നിന്ന് പുറത്ത് എത്തിച്ചത്. ആത്മഹത്യ ചെയ്യുന്നുവെന്ന് പറഞ്ഞായിരുന്നു യുവാവ് തോട്ടിലേക്ക് ചാടിയത്. മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. വീട് മണക്കാട്. എന്നാൽ വെറുതെ ചാടിയെന്നായിരുന്നു തോട്ടിൽ നിന്ന് പുറത്തെടുത്ത ശേഷമുള്ള ഇയാളുടെ പ്രതികരണം. വീട് മണക്കാട്. നിരവധി വെള്ളച്ചാട്ടങ്ങളുള്ള നാടാണ് ഇടുക്കിയിലെ മാങ്കുളം. മഴക്കാലമായതോടെ വെള്ളച്ചാട്ടങ്ങൾ ജലസമൃദ്ധമാണ്. മനോഹര കാഴ്ചകളാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ സമ്മാനിക്കുന്നത്. പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടം, 33, കൈനഗിരി, നക്ഷത്രക്കുത്ത്, കോഴിവാലൻകുത്ത്, ചിന്നാർകുത്ത് ഇങ്ങനെ നീളുന്നു വെള്ളച്ചാട്ടങ്ങളുടെ നിര. അടിമാലി പിന്നിട്ട് മാങ്കുളത്തേക്കുള്ള യാത്ര തുടങ്ങിയാൽ പലതരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങൾ കാണാം. കാട്ടാനകളും മറ്റു കാനന കാഴ്ചകളും ഒക്കെയുണ്ടെങ്കിലും പച്ചപ്പിന് നടുവിൽ വെള്ളിവരകൾ തീർക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ തന്നെയാണ് മാങ്കുളത്തിന്റെ ആകർഷണം.
മഴക്കാലമായതോടെ മാങ്കുളത്തെ ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം ജലസമൃദ്ധമായി കഴിഞ്ഞു. ഇവിടെ എത്തുന്ന സന്ദർശകർ വെള്ളച്ചാട്ടങ്ങളിൽ കുളിക്കുകയും ചിത്രങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്യുന്നത് പതിവാണ്. എന്നാൽ മഴയിൽ ചിലയിടങ്ങളിലൊക്കെ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. വെള്ളച്ചാട്ടങ്ങൾ കണ്ട് മഴ നനഞ്ഞ് മൺസൂൺ ടൂറിസം ആസ്വദിക്കാനെത്തുന്ന സന്ദർശകർക്ക് സുരക്ഷിതത്വം ഒരുക്കുവാൻ ഗ്രാമപഞ്ചായത്തും മറ്റ് സർക്കാർ സംവിധാനങ്ങളും നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ന്യൂസ് 18 മാങ്കുളം. ഇത്തരം വെള്ളച്ചാട്ടങ്ങളിൽ പലതും അപകടക്കെണി ഒരുക്കാറുണ്ട്. എന്നാൽ അപകടം തീരെയില്ലാത്ത വെള്ളച്ചാട്ടങ്ങളും ഇടുക്കിയിലുണ്ട്. മാമലക്കണ്ടത്തേക്കുള്ള വഴികളിൽ നിറയെ ഇത്തരം വെള്ളച്ചാട്ടങ്ങളാണ് ഉള്ളത്. മരങ്ങളും പുഴകളും വെള്ളച്ചാട്ടങ്ങളും കുന്നിൻപുറങ്ങളുമൊക്കെയായി 4 ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് മാമലക്കണ്ടം. ഇടതൂർന്ന വനവും അരുവികളും നേരൊഴുക്കുമുള്ള ഇവിടേക്കുള്ള യാത്ര തികച്ചും അവിസ്മരണീയമാണ്. അടുത്തടുത്തുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ് മാമലക്കണ്ടത്തേക്കുള്ള യാത്രയിലെ ആകർഷണം. ഇവിടത്തെ വെള്ളച്ചാട്ടങ്ങൾ തീർത്തും അപകടരഹിതവുമാണ്. കുട്ടികൾക്ക് സുരക്ഷിതമായി ഇവിടെ ഇറങ്ങാം. മഴയെത്തിയതോടെ മാമലക്കണ്ടത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ സഞ്ചാരികളുടെ തിരക്കാണ്. സോഷ്യൽ മീഡിയയിലാണ് ഈ സ്ഥലങ്ങൾ ഇത്ര വൈറലാവുന്നത്. ഒരു എന്താ പറയുന്നത്, ആനശല്യം ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഇതുവരെ നൈറ്റ് ആയിട്ടില്ല. നൈറ്റിൽ ഒരു 11 മണിയോട് ആനശല്യം ഉണ്ടെന്നാണ് ആളുകൾ പൊതുവെ പറയുന്നത്. സഞ്ചാരികൾ പിന്നെ ഇഷ്ടം പോലെ സഞ്ചാരികൾ എല്ലാം എന്താ ഞാനീ പറഞ്ഞ പോലെ തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കൊല്ലം, കണ്ണൂർ അവിടെ നിന്നുള്ള ആളുകളാണ് കൂടുതലും. വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലം കൂടിയാണിവിടം. വിജനമായ റോഡുകളും കൂറ്റൻ പാറക്കെട്ടുകളും മൂടൽമഞ്ഞ് നിറഞ്ഞ മലനിരകളും തുടങ്ങി കാഴ്ചകൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന പ്രദേശം ഒട്ടേറെ സിനിമകളിലും ഇടം പിടിച്ചിട്ടുണ്ട്. മുൻപ് ഇടുക്കിയുടെ ഭാഗമായിരുന്ന മാമലക്കണ്ടം ഇപ്പോൾ എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. മൂന്നാറിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് നേരിമംഗലം 6 മൈലിൽ നിന്നും തിരിഞ്ഞുപോയാൽ മാമലക്കണ്ടത്തേക്ക് എത്താനാകും. ന്യൂസ് 18 ഇടുക്കി. മധ്യവേനൽ അവധി അവസാനിച്ചെങ്കിലും മൂന്നാറിലേക്ക് ഇപ്പോഴും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട്. മൂന്നാറിലേക്കും വട്ടവടയിലേക്കും ഒക്കെ എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിൽ ഒന്നാണ് ടോപ്പ് സ്റ്റേഷൻ. ചിലപ്പോൾ മഞ്ഞു പൊതിഞ്ഞും ചിലപ്പോൾ കാഴ്ചയുടെ വിശാലത തീർത്തുമാണ് ടോപ്പ് സ്റ്റേഷൻ സഞ്ചാരികളെ വരവേൽക്കുന്നത്. മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്കുള്ള യാത്രാമധ്യേ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഇടമാണ് ടോപ്പ് സ്റ്റേഷൻ. മധ്യവേനൽ അവധി അവസാനിച്ചെങ്കിലും ടോപ്പ് സ്റ്റേഷനിലേക്ക് ഇപ്പോഴും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട്. പ്രധാന റോഡിൽ നിന്നും കുറച്ചു ദൂരം നടന്നു വേണം വ്യൂ പോയിന്റിലേക്ക് എത്താൻ. ഇരുവശങ്ങളിലും ധാരാളം വഴിയോര വിൽപ്പന കേന്ദ്രങ്ങളുണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് പ്രവേശന ഫീസ്. ആദ്യം എത്തുക ടോപ്പ് സ്റ്റേഷന്റെ കാഴ്ചകൾ ഉയരത്തിൽ നിന്ന് കണ്ടാസ്വദിക്കാവുന്ന വാച്ച് ടവറിലേക്കാണ്. ഇവിടെ നിന്നാൽ ദൂരേക്കുള്ള കാഴ്ചകൾ കാണാം. ചിത്രങ്ങൾ പകർത്തുകയും ചെയ്യാം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം സഞ്ചാരികൾ ധാരാളമായി ഇവിടെ எத்துന്നുണ്ട്. கேரளாவில் மூணாறு தமிழ்நாடு கம்பேர் பண்ணும்போது கொஞ்சம் பெட்டராக தெரியும். எப்பயுமே கூலிங்காக இருக்கும். மலை காடு எல்லாம் வந்து ஒரு பிரம்மாண்டத்தை தரும். எப்பயுமே ட்ராவலிங்கில் தமிழ்நாட்டிலையும் கொடைக்கானல், ஊட்டி எல்லாம் மழை இருந்தாலும் கேரளா லைக் பண்ணுறதுக்குன்னு எப்போ வந்தாலும் சுவாரஸ்யம், ஒரு நல்ல ஃபீலு, ഒരു அமைதியான സിറ്റുവേഷൻ, പെരിയ പെരിയ മരക്കാടുകൾ. വാച്ച് ടവറിലെ കാഴ്ചകൾക്ക് ശേഷം കീഴ്ക്കാംതൂക്കായ മലയടിവാരത്തിലേക്ക് നടന്നിറങ്ങിയും ടോപ്പ് സ്റ്റേഷന്റെ സൗന്ദര്യം ആസ്വദിക്കാം. ചിലപ്പോൾ മഞ്ഞു പൊതിഞ്ഞും ചിലപ്പോൾ കാഴ്ചയുടെ വിശാലത തീർത്തുമാണ് ടോപ്പ് സ്റ്റേഷൻ സഞ്ചാരികളെ വരവേൽക്കുന്നത്. തെളിഞ്ഞ അന്തരീക്ഷമെങ്കിൽ തമിഴ്നാട്ടിന്റെ വിദൂര കാഴ്ചയും വലിയ പാറക്കെട്ടുകളും ഇവിടെ നിന്നാൽ കാണാനാകും. താഴ്വാരമാകെ പരന്നുകിടക്കുന്ന മേഘപ്പാളികളുടെ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ടോപ്പ് സ്റ്റേഷന്റെ ഹൈലൈറ്റ്. കാഴ്ചകൾ കണ്ട് കണ്ണും മനവും നിറഞ്ഞാണ് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് സഞ്ചാരികൾ മടങ്ങാറ്. ന്യൂസ് 18 വട്ടവട. ഇടവേള.
നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് കെ മുരളീധരൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക നേതാക്കളുമായി അദ്ദേഹം കൂടിയാലോചന നടത്തുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി KPCC നിയോഗിച്ചുള്ള അന്വേഷണ കമ്മീഷൻ എത്തി അരമണിക്കൂറിൽ അധികം അദ്ദേഹമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു. പക്ഷേ പേര് വിവരങ്ങൾ, അതായത് ഒരാളുടെയും പേര് വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കാതെയുള്ള ഒരു പരാമർശമായിരുന്നു. അല്ലെങ്കിൽ സംഘടനാ തലത്തിലെ വീഴ്ചകൾ പറയുമ്പോൾ പോലും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് തിരുവനന്തപുരത്ത് നിർണായകമായ സീറ്റുകൾ പിടിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 2021 ആകെ 1 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് UDF-ന്. മറ്റ് സീറ്റുകളിലെല്ലാം തന്നെ വലിയ രീതിയിൽ പരാജയപ്പെടേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. സിറ്റിംഗ് സീറ്റുകളിൽ പോലും UDF-ന് കോൺഗ്രസിന് പ്രത്യേകിച്ച് അടിയറവ് പറയേണ്ട വന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത്തരത്തിൽ വട്ടിയൂർക്കാവുണ്ട്. കൂടാതെ കോവളം ഒഴിച്ചു നിർത്തിയാൽ മറ്റു മണ്ഡലങ്ങളിലെല്ലാം തന്നെ സമാനമായ സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഊന്നൽ നൽകിക്കൊണ്ട് വട്ടിയൂർക്കാവിലെ വാർഡ് തലത്തിൽ അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡ് അടിസ്ഥാനത്തിൽ വാർഡിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്ന അല്ലെങ്കിൽ UDF-ന്റെ നേതാക്കൾ പറയുന്ന സ്ഥാനാർത്ഥിയെ മാത്രമായിരിക്കണം സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കേണ്ടത്. മറ്റാരുടെയും കാര്യങ്ങൾ നോക്കേണ്ടതില്ല. മറ്റാരും പറയുന്ന രീതിയിലേക്ക് സ്ഥാനാർത്ഥി നിർണ്ണയം പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ഇത് തന്നെയാണ്. അതായത് അദ്ദേഹം കൊല്ലം കരീപ്ര ചൊവ്വള്ളൂരിൽ ഗൃഹനാഥന്റെ മടങ്ങിവരവിനായി കുടുംബം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 6 മാസം പിന്നിടുന്നു. ഡൽഹിയിൽ നിന്ന് കേരള എക്സ്പ്രസിൽ ലീവിന് നാട്ടിലേക്ക് തിരിച്ച ജയനെയാണ് കാണാതെയായത്. മുഖ്യമന്ത്രിക്കും റെയിൽവേ അധികൃതർക്കും പരാതി നൽകി കാത്തിരിക്കുകയാണ് കുടുംബം. കഴിഞ്ഞ ഡിസംബർ 22-നാണ് ജയൻ ഡൽഹിയിൽ നിന്നും കൊല്ലത്തേക്ക് ട്രെയിനിൽ യാത്ര തിരിക്കുന്നത്. ഈ വിവരം ഭാര്യ യമുനയെ വിളിച്ചറിയിച്ചു. രാത്രി 11:23-ന് ഡൽഹിക്ക് സമീപമുള്ള മധുര സ്റ്റേഷനിലെത്തി എന്ന വിവരവും കൈമാറി. പിന്നീട് ഇതുവരെ ഒരു വിവരവുമില്ല. ഡിസംബർ 24-ന് രാത്രി 11 മണി വരെ ഫോൺ ഓണായിരുന്നു. പിന്നീട് സ്വിച്ച് ഓഫ് ആയി. കേരള എക്സ്പ്രസ് കൊല്ലത്തെത്തിയപ്പോൾ കുടുംബം അന്വേഷിച്ചെത്തിയെങ്കിലും ജയനെ കണ്ടില്ല. കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊച്ചുവേളിയിൽ നിന്നും ജയന്റെ സർട്ടിഫിക്കറ്റ് അടങ്ങിയ കവർ ലഭിച്ചു. അല്ലാതെ ഒരു നമ്പറിന്റെ കോഡ് വരുമ്പോഴല്ല ചിലപ്പോൾ എവിടെന്നെങ്കിലും കൊടുക്കാനായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഫോൺ എടുക്കുന്നത്. പ്രാർത്ഥനയെല്ലാം ഞങ്ങൾ കഴിയുന്ന ഓരോ നിമിഷവും ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് ആരായാലും ഞങ്ങളുടെ കൈകളിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഒന്ന് മാറ്റാം. ഒന്നും വേണ്ട, ഇവിടെ ഒന്ന് വന്നാൽ മതി, ഞങ്ങൾക്കൊന്ന് കണ്ടാൽ മതി. എനിക്ക് പറയാൻ എനിക്ക് വയ്യ ഇവിടെ നിന്ന് നീർ. 15 വർഷത്തിലേറെയായി ഡൽഹി എയർപോർട്ടിലെ സ്വകാര്യ ഫയർ സർവീസ് ജീവനക്കാരനായി ജയൻ ജോലി ചെയ്യുകയായിരുന്നു. ചാലക്കുടിയിലെത്തിയപ്പോഴാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയതെന്ന് പോലീസ് അന്വേഷണത്തിൽ ബോധ്യമായി. എഴുകോൺ മുൻ SI ആയിരുന്ന അസീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഡൽഹിയിൽ നിന്നും കേരളം വരെ എക്സ്പ്രസ് ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ സഹിതം പരിശോധിച്ചെങ്കിലും ഒരു തുമ്പും ലഭിച്ചില്ല. റെയിൽവേ പോലീസ് അന്വേഷണം നടത്തുന്നതായാണ് കുടുംബത്തിന് ലഭിച്ച വിവരം. മുഖ്യമന്ത്രിക്കും റെയിൽവേ അധികൃതർക്കും പരാതി നൽകി കാത്തിരിക്കുകയാണ് കുടുംബം. ന്യൂസ് 18 കൊട്ടാരക്കര. പട്ടാമ്പി നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 10 കോടി രൂപ ചെലവിൽ 5 നിലകളിൽ ആയാണ് മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത്. ജനപ്രതിനിധികൾ പ്രവൃത്തികൾ വിലയിരുത്തി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത കേരളത്തിലെ ആദ്യത്തെ നഗരസഭാ സമുച്ചയം ആകും പട്ടാമ്പിയിൽ യാഥാർത്ഥ്യമാകുന്നത്. പുതിയ മുനിസിപ്പൽ ടവർ യാഥാർത്ഥ്യമാകുന്നതോടെ പൊതുജനങ്ങൾക്കും നഗരസഭാ ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും വലിയ സഹായമാകും. പ്ലാച്ചിമടിയിൽ കൊക്കോക്കോളയുടെ കൈവശം ഉള്ള ഭൂമി സർക്കാർ ഏറ്റെടുത്തുവെങ്കിലും ഇരകൾക്കുള്ള നഷ്ടപരിഹാരം വിതരണം ചെയ്യാൻ ഇതുവരെയും നടപടിയായിട്ടില്ല. 2009 സർക്കാർ നിയോഗിച്ച ഉന്നതാധികാര സമിതി ശുപാർശ ചെയ്ത നഷ്ടപരിഹാരമാണ് ഇരകൾക്ക് നിഷേധിക്കപ്പെട്ടത്. 2000-ലാണ് ഹിന്ദുസ്ഥാൻ കൊക്കോകോള ബിവറേജ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്ലാച്ചിമടയിൽ കൊക്കോകോള പ്ലാന്റ് സ്ഥാപിച്ചത്. ശുദ്ധജല ദൗർബല്യവും മാലിന്യ പ്രശ്നങ്ങളും രൂക്ഷമായപ്പോൾ 2002-ൽ പ്രദേശവാസികൾ കൊക്കോകോളയ്ക്കെതിരെ സമരം തുടങ്ങി. കേരളം കണ്ട ഏറ്റവും വലിയ പോരാട്ടത്തിന് പ്ലാച്ചിമട സാക്ഷ്യം വഹിച്ചപ്പോൾ കോള കമ്പനി ജനങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കി. 2004-ൽ കൊക്കോകോള കമ്പനി പ്ലാച്ചിമടയിൽ ഉൽപ്പാദനം നിർത്തി. ലക്ഷക്കണക്കിന് ലിറ്റർ ഭൂഗർഭജലം കോള കമ്പനി ഊറ്റിയെടുത്തതോടെ പ്രദേശത്തെ കിണറുകളും നെൽപ്പാടങ്ങളും വറ്റിവരണ്ടു.
അവശേഷിച്ചിരുന്ന ജലസ്രോതസ് മലിനമാവുകയും ചെയ്തപ്പോൾ നഷ്ടപരിഹാരത്തിനായി പ്രദേശവാസികൾ സമരം തുടർന്നു. കൊക്കക്കോള കമ്പനിയുടെ ചൂഷണത്തിനിരയായ ജനങ്ങൾക്ക് 216 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് 2009 കേരള സർക്കാർ നിയോഗിച്ച ഉന്നതാധികാര സമിതി ശുപാർശ ചെയ്തെങ്കിലും നടപടിയുണ്ടായില്ല. ഇതിനിടെ കഴിഞ്ഞ ദിവസം കൊക്കക്കോളയുടെ കൈവശമുള്ള 35 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തെങ്കിലും നഷ്ടപരിഹാരത്തിനായി 2 പതിറ്റാണ്ടിലധികമായി സമരം ചെയ്യുന്ന ഇരകൾ അവഗണിക്കപ്പെട്ടു. ഉന്നതാധികാര സമിതിയെ നിയമിച്ച സർക്കാർ പിണറായി വിജയനാണെങ്കിലും ശരി, ഇവിടുത്തെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണെങ്കിലും ശരി, പറയേണ്ടത് ആദ്യം നഷ്ടപരിഹാരം ഞങ്ങളുണ്ടാക്കിയ ഉന്നതാധികാര സമിതി മാനിച്ചിട്ട് നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള വ്യവസ്ഥ ഏർപ്പാടും ചെയ്യൂ എന്ന് പറയാതെ ഈ കൊള്ളക്കാരനും കള്ളനും പ്രതിയും തരുന്ന സ്ഥലം വാങ്ങിയിട്ട് അത് വേറെയാണ്, നഷ്ടപരിഹാരം വേറെയാണ്, ഇത് വേറെയാണെന്ന് പറയുന്ന ജനങ്ങളെ കള്ളന് കഞ്ഞിവെച്ച രീതിയിലുള്ള നടപാടി. ഞങ്ങളുടെ വെള്ളത്തിനെയൊക്കെ വെള്ളമല്ലേ മനുഷ്യന്റെ ജീവിതം, അത് വെള്ളവും നാശമായി പോയി. ഞങ്ങൾക്ക് പിന്നെ നഷ്ടപരിഹാരം വേണ്ടേ? എല്ലാം പിന്നെ വേണുകേട്ടൻ പറഞ്ഞ പോലെ എല്ലാമേ നഷ്ടമായി പോയി. ഞങ്ങൾക്ക് ഈ നഷ്ടപരിഹാരം വേണ്ട സാറേ. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ പന്തലിൽ ഇന്ന് വരെയും ഞങ്ങൾ ഈ പന്തലിൽ ഉപയോഗിക്കുന്നു. അവർ ഇന്ന് വരെയും ഞങ്ങൾക്ക് നഷ്ടപരിഹാരം എന്താണെന്നുള്ളത് അന്വേഷിച്ചിട്ടേ ഇല്ല. പെരുമാട്ടി പഞ്ചായത്തിലെ പ്ലാച്ചിമടയിലുള്ള കൊക്കക്കോള കമ്പനിക്ക് മുമ്പിൽ സമരപ്പന്തൽ ഇപ്പോഴും സജീവമാണ്. ലഭിക്കുന്നതുവരെ സമരം തുടരാനാണ് ഇരകളുടെ തീരുമാനം. ജലചൂഷണം നടത്തിയും മാലിന്യങ്ങൾ തള്ളിയും ഒരു ജനതയെ ദ്രോഹിച്ച കൊക്കക്കോള കമ്പനിയെ കെട്ടുകെട്ടിച്ചെങ്കിലും സർക്കാർ ഇപ്പോഴും ഇരകൾക്കൊപ്പമല്ല എന്നതിന്റെ തെളിവാണ് 22 വർഷമായി പ്ലാച്ചിമടയിൽ തുടരുന്ന സമരം. കേരളത്തിൽ ഒരു ജനകീയ സമരം വിജയിക്കുക എന്നത് അത്യപൂർവമാണ്. ഇതിനൊരു അപവാദമായിരുന്നു പ്ലാച്ചിമട. ഐതിഹാസികമായി പ്ലാച്ചിമട സമരം വിജയിച്ചെങ്കിലും ഇപ്പോഴും നഷ്ടപരിഹാരം പോലും കിട്ടാതെ നരകയാതന അനുഭവിക്കുന്നവർ ഒരുപാടുണ്ട് ഇവിടെ. സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്തെങ്കിലും ഇതിന് പരിസരത്തുള്ള ജനങ്ങൾക്ക് കൃത്യമായി നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ ഇനിയും അമാന്തിക്കരുത്. പ്ലാച്ചിമടയിൽ നിന്ന് ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. CSI ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ഭരണപ്രതിസന്ധിയിൽ ബിഷപ്പിന് തിരിച്ചടി. മഹാ ഇടവകയുടെ ഭരണ അധികാരം തങ്ങൾക്കാണ് എന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ബിഷപ്പ് റോയ്സ് മനോജ് വിക്ടറിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. സുപ്രീം കോടതി വിധിക്ക് ശേഷമേ അധികാരം ആർക്കെന്ന് പറയാൻ കഴിയൂ എന്ന് കോടതി പറഞ്ഞു. സുപ്രീം കോടതി വിധി വരും വരെ ഇരുവിഭാഗത്തിനും അധികാരം ഉണ്ടായിരിക്കില്ല എന്നും ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ദക്ഷിണ കേരള മഹാ ഇടവകയുടെ സെക്രട്ടറിയായിരുന്ന പ്രവീൺ ടി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം ഗ്രാമിന് 6700 രൂപ, പവൻ 53,600 രൂപ, 18 ക്യാരറ്റ് ഗ്രാമിന് 5590 രൂപ, പവൻ 44,720 രൂപ, വെള്ളി ഗ്രാമിന് 97, കിലോ 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.